ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? എന്നും ഇങ്ങനെ ചോദിക്കണ്ട, ഇന്നും ഒരു ബോറിംഗ് മാർക്കറ്റ് ആയിരുന്നു അല്ലേ? ക്ലാസിക് ബോറിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിക് ബോറിംഗ് മാർക്കറ്റ് ആയിരുന്നു. സോ ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ സെൽഫ്, ഞാനിന്ന് ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് താഴത്തേക്ക് വരുമ്പോഴും അവർ ചോദിക്കുമ്പോൾ അവരടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു. കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരണം. പ്രീവിയസ്ലി നമുക്കൊരു സെല്ലിംഗ് ഡേ കിട്ടിയിട്ടുള്ളതാണ്. ഗ്യാപ്പ് ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു സെല്ലിംഗ് ഡേ കിട്ടിയിട്ടുള്ളതാണ്. സോ ഗ്യാപ്പ് ഡൗൺ എഗെയിൻ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് മുകളിലേക്ക് പോവുക അല്ലെങ്കിൽ താഴത്തേക്ക് ഷാർപ്പായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലുള്ളിൽ മാർക്കറ്റ് നിൽക്കുന്നുള്ളതാണ്. ആൻഡ് എഗെയിൻ നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും താഴത്തേക്ക് വന്ന പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റങ്ങളൊക്കെ പ്രീമിയത്തിൽ അത്യാവശ്യം നല്ല മൂവുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് ബട്ട് അതൊരിക്കലും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു മൂവ് ആയിരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് അത് അവിടെ ഞാൻ താഴത്തേക്ക് ആ ഒരു മൊമെൻറ്റം എൻഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എസ് എല്ലിനെ ട്രയൽ ചെയ്ത് വെച്ചോ, എസ് എല്ല് കിട്ടാൻ പോവുകയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇൻഫാക്ട് നിഫ്റ്റി താഴത്തേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പ്രീമിയം തീരാനായിട്ട് ആ ഒരു ചെറിയ റിവേഴ്സൽ മാത്രം മതി എന്നുള്ളതാണ്. പ്രീമിയത്തിൻ്റെ ചാർട്ട് ഇന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങളൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അവിടെ നിന്നാണ് എൻ്റെ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. ആൻഡ് അതൊരു ചെറിയ സ്കാൽപ്പ് എന്നുള്ള മൈൻഡിലൊക്കെ എടുത്തതാണ്. ബട്ട് അതങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ആൻഡ് കുറേ സമയത്തിന് ശേഷം ഒരു 14 പോയിന്റ് അങ്ങോട്ട് കിട്ടിയപ്പോൾ ഞാനതൊന്ന് എക്സിറ്റായി ഒഴിവായി എന്നുള്ളതാണ്. കാരണം 51,500 മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ കണ്ടീഷൻസ് തന്നെ എഗെയിൻ ആൻഡ് എഗെയിൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് മാങ്ങത്തൊലിക്കാണ് ആ ഒരു ട്രേഡിൽ ഇങ്ങനെ കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിങ് അതല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ ട്രേഡിങ് അല്ലെങ്കിൽ F&O ട്രേഡിങ് ഭയങ്കര ബോറിംഗ് ആയിട്ട് വരുന്നൊരു ദിവസമാണ്. ആൻഡ് രാവിലത്തെ ആ മൂവൊക്കെ നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ അത്യാവശ്യം ചെറിയൊരു ട്രേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് അതല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും തന്നെ എവിടെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നാളത്തേക്കുള്ള ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാളത്തേക്കുള്ള കേസിലേക്ക് വരുമ്പം ആദ്യത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ആകെ ഒരു എന്താ പറയുക കൺഫ്യൂഷൻ സിനാരിയോ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എഗെയിൻ ജപ്പാൻ റേറ്റ് കട്ടിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് 0.25 അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുവന്നപ്പം എന്താണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇനിയും ആ റേറ്റ് കട്ടല്ല പറഞ്ഞാൽ റേറ്റ് കൂട്ടാൻ സാധ്യതയാണ് പറഞ്ഞത്. സോ ഇനിയും റേറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മാർക്കറ്റിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രീവിയസ്ലി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ആൻഡ് എപ്പോഴും കുറേ പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഒരു ഓവർ വാല്യൂഡ് സിനാരിയോയിലാണ്. നമ്മളുടെ മാർക്കറ്റിന് ഈ വക കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് നോട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഓവർ വാല്യൂഡ് സിനാരിയോയിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ പ്രോപ്പർ ഒരു കറക്ഷൻ, ഹെൽത്തി കറക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പ്രീവിയസ്ലി എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു എന്താ പറയുക കിളി പോയിട്ടുള്ളൊരു ബൈയിങ് മാർക്കറ്റ് ഉണ്ടല്ലോ. ഈ കിളി പോയിട്ടുള്ള ബൈയിങ് മാർക്കറ്റ് എല്ലാ മാർക്കറ്റ് ക്രാഷിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ നമ്മുടെ അർഷദ് മേത്ത കേസ്, അതായത് ആവശ്യമില്ലാത്തൊരു ബൈയിങ്, അതായത് അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ബൈയിങ്ങിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഹർഷദ് മേത്ത ടൈമിൽ കേതൻ പരേഖിൻ്റെ ആ ഒരു സമയത്തുള്ളത്. ആൻഡ് ആ ഒരു സമയത്തൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെയൊക്കെ ഈ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ബൈയിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതുപോലെയാണോ വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസസ് ആർ ദെയർ. കാരണം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അല്ലേ? നമ്മുടെ മാർക്കറ്റിൽ ഒരു പ്രോപ്പർ കറക്ഷൻ നമുക്ക് കാണിച്ചിട്ടുണ്ടോ? ഒരു കണ്ടിന്യൂസ് ബൈയിങ് മാർക്കറ്റിൽ, വേൾഡ് മാർക്കറ്റിൽ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവാണ്. വേൾഡ് മാർക്കറ്റിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താലും നമ്മളുടെ മാർക്കറ്റ് പോസിറ്റീവാണ്. പ്രോപ്പർ കറക്ഷൻ കിട്ടുന്നില്ല. 20ൽ നിന്ന് ബ്രേക്ക് ചെയ്തു, 21ലേക്ക് പോയി, 22ലേക്ക് പോയി, 24ലേക്ക് പോയി, 25ലേക്ക് പോയി, ഇനിയും മുകളിലേക്ക് തന്നെ പോകാൻ നിൽക്കുന്നു. ഇതൊന്നും ഒരു അത്ര നല്ല സിനാരിയോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആൻഡ് ഞാനൊരു എന്താ പറയുക ഷോർട്ട് സെല്ലറോ കാര്യമോ ഒന്നുമല്ല, ഞാൻ ഒരു ബെയർ ഗ്യാങ്ങിൽ പെട്ട ആളോ ഒന്നുമല്ല. നമ്മൾ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് മാത്രം നോക്കുന്ന ആളാണ്. സോ ഓവർ അഗ്രസീവായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെയും നമ്മളൊന്ന് തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റിൽ പറയുന്ന കേസെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് എസ് എല്ലിനെ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു കേസിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ നാളത്തേക്കുള്ള കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 2500 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ടാണ്. ആൻഡ് താഴത്തേക്ക് വരികയാണെങ്കിൽ 2500 ആൻഡ് അതിന് താഴെയായിട്ട് 25,000 എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റിൽ പ്രോപ്പർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ്
എഗെയിൻ ആ ഒരു ലെവലിൻ്റെ താഴെയുള്ള കറക്ഷൻ വന്നാൽ മാത്രമേ ഷാർപ്പായിട്ടുള്ള സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് നിൽക്കുമ്പം ഓവർ അഗ്രസീവായിട്ട് ബൈയിങ്ങിലേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇന്നലത്തെ കേസിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലത്തെ അനാലിസിൽ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് ഒരു യു ടേൺ അടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഇന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പറഞ്ഞത് ഇന്നലെ എന്നുള്ളത്. ആൻഡ് അഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്നും പ്രോപ്പർ നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒരു പോസിറ്റീവ് ക്ലോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രീവിയസ് ഡേ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് പ്രോപ്പർ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടുള്ള ക്യാൻഡിൽ, പിന്നെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ള ക്യാൻഡിലാണ്. ആ ഒരു ഗ്യാപ്പിന് ഇന്നത്തെ ദിവസം ഫില്ല് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും. അഗെയിൻ താഴെ വന്നിട്ട് നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ആൻഡ് 25,000 എന്നുള്ള ലെവൽ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓവർ അഗ്രസീവായിട്ട് ഷോർട്ടിനെയും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇന്ന് മുകളിൽ നിന്ന് നല്ലൊരു സെൽ ഓഫ് വന്നതുകൊണ്ട് ഓവർ അഗ്രസീവായിട്ട് ലോങ്ങിനെയും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ ബയ്യർ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ദിവസങ്ങൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്രോപ്പറായിട്ടൊരു പിന്നെ ക്ലോസ് കിട്ടുന്നത് വരെ 25,000 താഴെയായിട്ടൊരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ ഇപ്പോഴുള്ള അതേ ഒരു മോഡിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഒരു ഡിഫെൻസീവ് മോഡിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. സോ ഈ ഒരു കാര്യങ്ങൾ മാത്രം മൊത്തം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം അടുത്ത ഒരാഴ്ചയിലേക്കുള്ള ട്രേഡിനെ അടക്കം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നാളത്തേക്ക് മാത്രമല്ല, അടുത്ത ഒരാഴ്ചയിലേക്കുള്ള ട്രേഡിനെയും ഈ കാര്യങ്ങൾ മൊത്തം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനെന്നതാണ്. എഗെയിൻ ഗോൾഡിൻ്റെ കേസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കണക്കിന് പറഞ്ഞാൽ നല്ല സമാധാനമുണ്ട് കേട്ടോ. കാരണം പ്രീമിയം ഡി കെ ഇല്ല, സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും ഓവർ അഭ്യാസങ്ങളില്ല, ട്രാപ്പിൻ്റെ പരിപാടികൾ അങ്ങനെയില്ല. ആൻഡ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്പയറിയുടെ വലയും വരുന്നില്ല. സോ സത്യം പറഞ്ഞാൽ നല്ല സമാധാനം ഉണ്ട് എന്നുള്ളതാണ്. ഇന്നും ഗോൾഡിനകത്ത് നല്ലൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ട്രേഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നല്ല ട്രേഡുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ. നമ്മളെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി തരുന്ന കാശിനും നിഫ്റ്റി തരുന്ന കാശിനും ഓറൽസ് ഗോൾഡ് തരുന്ന കാശിനും പ്രത്യേകം മൂല്യങ്ങളൊന്നുമില്ല. കാശ് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മളുടെ കയ്യിലുണ്ടാവും. അതിന് വാല്യൂ എപ്പോഴും സെയിം വാല്യൂ ആണ് ഉണ്ടാവുക എവിടെ നിന്നുണ്ടായാലും. സോ എഗെയിൻ പറയാനുള്ള കേസ് ഇതാണ്. ഗോൾഡിലേക്ക് പോയി ട്രേഡ് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല പറയണത്. നമ്മളുടെ ഓപ്പർച്യൂണിറ്റി ഏതിനകത്താണോ അതിനകത്ത് മാത്രം ട്രേഡ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. എന്തൊക്കെയാണ് നമ്മളുടെ പിന്നെ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ്? പ്രത്യേകിച്ച് ലെവൽസോ വാച്ച് ചെയ്യാനൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ലെവൽസ് തന്നെയാണ്. എഗെയിൻ ഒരു ഇൻട്രാഡേയിലേക്കുള്ള ലെവൽസൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. എന്തൊക്കെയായിരിക്കണം നമ്മളുടെ ആക്ഷൻ പ്ലാനുകൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി 50യുടെ ചാർട്ടിലാണ്. നിഫ്റ്റി 50 ചാർട്ടിലേക്ക് നമുക്ക് നോക്കിയാൽ ഇന്ന് രാവിലെ ഒരു ചെറിയ മൊമെൻറ്റം നമുക്കുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇവിടുന്ന് ചെറിയൊരു മൊമെൻറ്റം നമുക്ക് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ കോമഡി എന്താണെന്നറിയോ? മാർക്കറ്റ് ഈ ഒരു നിൽക്കുമ്പോഴേക്കും പ്രീമിയം എന്താണോ നമുക്ക് പിയിലേക്ക് വന്നിട്ടുള്ള പ്രീമിയം അത് അതേപോലെ ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് പ്രീമിയം ഉള്ളത്. ആൻഡ് അഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ വലിയ കോമഡി ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട് ഇവിടെ ഞാൻ അഗ്രസീവ് ആവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഇതൊക്കെ മൾട്ടിപ്പിൾ സപ്പോർട്ട് ഏരിയാസ് ആണ് മാർക്കറ്റിന്. സോ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് എടുക്കാനുള്ള സാധ്യത ഈസ് വെരി ഹൈ. ആൻഡ് ഇന്നത്തെ എൻ്റെ ട്രേഡിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയായിരുന്നു എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ട്. ആൻഡ് ആ ഒരു ട്രേഡിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് തോന്നുന്നു 12:50 ഈ ഒരു പോയിന്റിലെങ്ങാണ്ട് വെച്ചിട്ടാണ് ഞാനത് എക്സിറ്റ് ആവുന്നത്. എഗെയിൻ എൻ്റെ SL-ലേക്കൊന്നും ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് വന്നിട്ടില്ല. ആൻഡ് അഗെയിൻ ഇവിടെ എത്തിയപ്പം പ്രീമിയം കൂടിയിട്ടുമില്ല. സോ കിട്ടിയത് കിട്ടി, ഹാപ്പി എന്നും പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ട്രേഡിന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അത്രയും സമയം ഒരു ഓപ്ഷൻ ട്രേഡിൽ ഓപ്ഷൻ ബയ്യർ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ട്രേഡ് എടുത്തിട്ട് കാത്തിരിക്കുന്നത് ഓപ്ഷൻ സെല്ലറാണ്. ട്രേഡ് എടുത്തിട്ട് ക്വിക്കായിട്ട് എക്സിറ്റ് ആവുന്നതാണ് ഓപ്ഷൻ ബയ്യർ. എന്നെ സംബന്ധിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം അവിടെ പ്രീമിയം ഡിക്കേൻ്റെ അഭ്യാസം നമുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ അഗെയിൻസ്റ്റാണ് വരിക. സോ അതിനകത്തേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് തല വെച്ച് കൊടുക്കണ്ടല്ലോ. സോ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ നാളത്തേക്ക് കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫ് കോഴ്സ് നമ്മൾ പിന്നെ പറയേണ്ടത് നമുക്ക് അറിയാവുന്ന ഒരു കേസ് എന്താണ്, ഈ ഒരു ലെവൽ മാർക്കറ്റിന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഏത് ലെവലാണ് എടുക്കുന്നത്? ഞാൻ 24,960 എന്നുള്ള ലെവലിനെയാണ് ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ 24,960 മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ തന്നെയാണ്. സോ ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. സോ എന്താണ് ഈ 24,960 എന്നുള്ള ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഓക്കെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 24,960.
ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയിട്ട്, അതായത് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തു, എഗെയിൻ ഈ ഒരു ലോയിനെ ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ നിന്നാണ് ഫ്രഷ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു മൊമെൻറ്റം ഈ ഒരു ക്യാൻഡിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പിന്നെ ആരോ കമൻറ്റിൽ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും കൺഫ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. കമൻറ്റ് എക്സാക്ട്ലി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ എപ്പോഴും മാർക്കറ്റിൽ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ബട്ട് മാർക്കറ്റ് ഈച്ച് ആൻഡ് എവറി ഡേ മുകളിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. വാല്യൂ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈച്ച് ആൻഡ് എവറി ഡേ മുകളിലേക്ക് പോകുന്നുണ്ട്. ബട്ട് ഇതൊരു കൺഫ്യൂസിങ് ക്യാൻഡിലാണ്, നെഗറ്റീവ് ക്യാൻഡിലാണ്. ഇത്ര മാത്രമേ ഉള്ളൂ ഫണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ തിരിയുന്നവന് തിരിയും, അല്ലാത്തവന് ചൊറിയും എന്ന് പറഞ്ഞ പോലെ ഇതാണ് പിന്നെ അവസ്ഥ. മേ ബി ഞാൻ വായിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ഒരു പിന്നെ മാർക്കറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞതിന് കുറ്റമല്ല പറഞ്ഞത്. എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ഉണ്ടാവില്ലേ ചാർട്ടിലേക്ക് നോക്കുന്നത്. സോ ആ ഒരു അപ്രോച്ചിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവിൽ അത് കറക്റ്റ് ആയിരിക്കും. കാരണം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും രണ്ടല്ല എന്നുള്ള കാര്യം. കാരണം എൻ്റെ മാത്രം ശരികളാണ്, നിങ്ങളുടെ ശരികളായിക്കോളുന്നില്ല. കാരണം ഒരു പോയിന്റിലാണ് ഒരു ബയ്യറും സെല്ലറും ഉണ്ടാകുന്നത്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണെന്നുള്ളതാണ്. അതിനകത്ത് വേറെ പിന്നെ എതിരഭിപ്രായമൊന്നുമില്ല. സോ നമുക്ക് നാളത്തെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ബ്രേക്ക്ഔട്ട് ലെവലും സപ്പോർട്ട് ലെവലും ഒക്കെ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 25,120 എന്നുള്ള പോയിന്റാണ്. സോ ഈ 25,120നെയാണ് ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഈ 25,120 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എന്തിനാ വാച്ച് ചെയ്യാമെന്നറിയോ? ഇവിടെ ഞാൻ ചാർട്ടിനെ ഒന്നുകൂടി പിന്നെ ഷ്രിങ്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം. 25,20 എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് 25,20യുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ ഫർദർ മൂവ് ഉണ്ടാകാൻ പോകുന്നത് പിന്നെ 25,940 എന്നുള്ള ലെവലാണ്. 960 എന്നുള്ള ലെവലാണ്. സോ ഈ 960യുടെ താഴെ പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫർദർ താഴത്തേക്കുള്ള മൂവ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ഇഫ് അപ്പോ സൈഡിലേക്കാണ് മാർക്കറ്റിലെ മൊമെൻറ്റം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എഗെയിൻ ഞാൻ പറയാൻ പോകുന്ന കാര്യം. കാരണം അത്ര ഭയങ്കരമായിട്ടുള്ള പിന്നെ മൊമെൻറ്റം ഒന്നും നമുക്ക് മുകളിലേക്ക് കിട്ടുന്നില്ല. സോ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട 25,190 എന്നുള്ള പോയിന്റാണ്. 25,190യുടെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് മുകളിലേക്ക് ഒരു മൊമെൻറ്റം കാണാൻ പറ്റും. നമ്മുടെ മാർക്കറ്റാണ്, എഗെയിൻ പ്രത്യേകിച്ചൊന്നും പിന്നെ പറയാനൊന്നുമില്ല. മാർക്കറ്റ് പോകാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ കിളി പോയ മാർക്കറ്റാണ്, മാർക്കറ്റിന് എന്തും ചെയ്യുക എന്നുള്ളതാണ്. സോ വാച്ച് ചെയ്യേണ്ട ടാർഗറ്റുകൾ ഈ കാണുന്ന ടാർഗറ്റുകളൊക്കെയാണ്. അതായത് 270 എന്നുള്ള ലെവലാണ്. അതിനുശേഷം 320 എന്നുള്ള ആ ഒരു ഓൾ ടൈം ഹൈയും ആ ഒരു റേഞ്ചും ഒക്കെയാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്. വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വാച്ച് ചെയ്യേണ്ടത് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഒരു യു ടേൺ എടുക്കുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്. യു ടേൺ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. ആൻഡ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ 25 പിന്നെ 120, 150 എന്നുള്ള ഈ ഒരു റേഞ്ചൊക്കെ മാർക്കറ്റിലൊരു റെസൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അവിടെ നമുക്കൊരു യു ടേണിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം. അതല്ല ഇവിടുന്ന് നേരെ ഈ റേഞ്ചിലേക്ക് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഫ്രൈഡേ ആണ്, ആൻഡ് അതിനുശേഷം 2 ദിവസം മാർക്കറ്റ് ഓഫാണ്. സോ 3 ദിവസം കൂടി, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം മുകളിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആക്ച്വൽ ഗെയിം മനസ്സിലാവുന്നതാണ്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. താഴത്തേക്ക് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻഫാക്ട് ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലെവൽസും കാര്യങ്ങളൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കേ ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഇല്ല. അതല്ലാണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് പറഞ്ഞു തരാനാണ് അല്ലേ. സോ ഇവിടെ ഞാൻ പ്രോഫിറ്റ് ബുക്കിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഈ ഒരു പോയിന്റിലായിരുന്നു. $10.45 സോ 10.45 എന്ന് പറയുന്ന സമയം വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്നാണ് മാർക്കറ്റിൽ ഈ ഒരു ചെറിയ റിവേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ 10.40, 10.45 ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഒരു പിന്നെ ചെറിയൊരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. ഒരു 10-30 പോയിന്റ് റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. ആ 10-30 പോയിന്റ് റിവേഴ്സൽ മതി അവിടെ പിന്നെ പണി വീഴാൻ എന്നുള്ളതാണ്. ആൻഡ് അതേ ഒരു സമയത്ത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.45 ഈ ഒരു സമയത്ത് പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് എന്തായിട്ടുണ്ട്, ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. 500 ആ റേഞ്ച് വരെ പോയിട്ടുണ്ട്. ഭയങ്കര വലിയ മൂവ് ഒന്നുമല്ല, ബട്ട് എന്നാലും പ്രീമിയം തീരാനായിട്ട് ഈ ഒരു മൂവ് മതി എന്നുള്ളതാണ്. സോ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നാളത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഓൺ ദ ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 300 എന്നുള്ള ലെവലിനെ തന്നെയാണ് ബേസ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. ബേസ് ഇൻ ദ സെൻസ് ഒരു ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് എടുക്കാൻ പോകുന്നത്. ബട്ട് ഇൻഫാക്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 380 എന്നുള്ള ലെവലിനെ കൂടെ വാച്ച് ചെയ്യുന്നുണ്ട്. 380യുടെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൂവ് നമുക്ക് 300 വരെ 260, 270 ആ റേഞ്ച് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് എഗെയിൻ നമുക്ക് ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 51,550 എന്നുള്ള ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. 51,550. സോ ഈ ഒരു 2 ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യാം. ആൻഡ്
ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അപ്പോ സൈഡിലേക്ക് നമുക്ക് ചെറിയൊരു മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഹൈ വരെയൊക്കെയുള്ള മൂവ് നമുക്ക് കിട്ടും. ആൻഡ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഇതിനെടുക്കാൻ പറ്റും. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ SL എടുത്തിട്ട് കോസ്റ്റിലേക്ക് വെച്ചിട്ട് ഫർദർ നമുക്ക് പിന്നെ 5100 ആൻഡ് 50,000 എന്നുള്ള 51,000 എന്നുള്ള ആ ഒരു ലെവലിനെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അഗെയിൻ ഗ്യാപ്പ് അപ്പാണ് നാളെ മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു സിനാരിയോ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കംപ്ലീറ്റ്ലി മാർക്കറ്റ് എന്താണ്, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആയിട്ടുള്ള മാർക്കറ്റാണ്. സോ ആ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആര് ട്രാപ്പ് ആവും? സെല്ലർ ട്രാപ്പ് ആവും. ഇതിന് താഴത്തേക്ക് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബയ്യർ ട്രാപ്പ് ആവും. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടൊന്ന് യു ടേൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലർ അട്ടറായിട്ട് ട്രാപ്പ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇവിടെ ഒരു മൂവ് ഉണ്ടാവും. ആൻഡ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് യു ടേൺ അടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് ട്രാപ്പും ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഒരു മൂവ് നമുക്കിവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ പൊസിഷൻസ് ബിൽഡ് ആവാനുള്ള സമയം കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം. ആൻഡ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ അഗ്രസീവ് ആയിട്ടുള്ള പൊസിഷൻസ് മാത്രമേ ഇന്ന് ബിൽഡ് ആയിട്ടുണ്ടാവുള്ളൂ. പുതിയ പൊസിഷൻസ് ബിൽഡ് ആവുക നാളെയാണ് എക്സ്പയറി, നാളെ പുതിയത് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്ലാനുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ആൻഡ് അഗെയിൻ നമ്മൾ ഇവിടെ നമ്മളുടെ സെൻസെക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിലേക്ക് നാളെ എക്സ്പയറിക്ക് വേണ്ടി ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലിനെ ആയിരിക്കും. അതായത് 80-100 എന്നുള്ള ലെവലായിരിക്കും ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. 80-300 എന്നുള്ള ഈ ഒരു ലെവലിനെയാണ്. സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നാളെ മൊമെൻറ്റം ഉണ്ടാവുക. ആൻഡ് മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു HDFCയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ബ്രേക്ക്ഔട്ട് ലെവൽ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ലെവലിനാണ് നമ്മൾ ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് കൺഫ്യൂഷൻ കാണിക്കുന്നതിൽ പ്രത്യേകിച്ച് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. സോ നമുക്ക് ചെറിയ ഒരു ആസ് ഓഫ് നോ നമ്മൾ ചെറിയ സപ്പോർട്ടായിട്ട് നമുക്ക് 40 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. 1640 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. സോ 1640 താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബേസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 1625 എന്നുള്ളതാണ്. ഇൻഫാക്ട് 25 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈം റിജക്ഷൻസ് കാണിച്ചിട്ടുള്ള ലെവലാണ്. ആൻഡ് ആ ഒരു ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് നമുക്ക് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു 1640 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 1640 താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് HDFCനെ കൊണ്ടുവരാണ്ടിരിക്കുക. എഗെയിൻ 1232 എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് ICICI ബാങ്കിൽ വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രം ചെറിയൊരു വീക്ക്നെസ്സിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നമ്മുടെ അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾ റിലയൻസിനെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഗെയിം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. അഗെയിൻ 1772 എന്നുള്ള ലെവലിൽ നമുക്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1173 എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ്സിന് അത് പ്രതീക്ഷിച്ചാൽ മതി. അഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവിടുന്ന് താഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വന്നു. ലാസ്റ്റ്ലി അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 1925 എന്നുള്ള ലെവലാണ്. ഈ ഒരു ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് 1900 എന്നുള്ള ലെവൽ വരെയൊക്കെ. ആൻഡ് അഗെയിൻ TCSൽ വരികയാണെന്നുണ്ടെങ്കിൽ 4500 എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ വാച്ച് ചെയ്യുക. അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ മാർക്കറ്റ് എത്തും. എഗെയിൻ റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രേക്ക്ഔട്ട് ലെവൽ ഇന്നലെ ക്ലിയർ ആയിട്ട് വരച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ അനാലിസിൻ്റെ ലാസ്റ്റത്തെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഭാഗം കണ്ടാൽ മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടുന്ന് ഈ രണ്ട് ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. പ്രോപ്പർ ആയിട്ടുള്ള ഒരു 30 പോയിന്റ്സിൻ്റെ ക്ലീൻ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാലും 3010 എന്നുള്ള പോയിന്റാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവുള്ളൂ. ആൻഡ് അഗെയിൻ ശ്രദ്ധിക്കുക, ഇവിടുന്ന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെറുതായിട്ടൊരു റിവേഴ്സൽ മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.